പെൺസുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പടയം വയ്ക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തി. മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടി അഫാൻ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. 24 ബ്രേക്കിംഗ്. ായ അഫാൻ 5 പേരുടെ ജീവനെടുത്തതിന്റെ കാരണം സാമ്പത്തിക ബാധ്യത മൂലമുള്ള സമ്മർദ്ദം കൊണ്ടെന്നായിരുന്നു ആദ്യ വിവരം. അപ്പോഴും എന്തിന് പെൺസുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യം അവശേഷിച്ചു. പെൺസുഹൃത്ത് ഫർസാനയുടെ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ പുതിയ വെളിപ്പെടുത്തൽ. പണയം വയ്ക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണം. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിലറിഞ്ഞിരുന്നു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ സമ്മർദ്ദപ്പെടുത്തി. ഫർസാന നിരന്തരം മാല തിരികെ ആവശ്യപ്പെട്ടതോടെ പിതാവിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തി മാല തിരികെ എടുത്തു നൽകി. ഇതാണ് പെൺസുഹൃത്തിനോടുള്ള പകയ്ക്ക് കാരണം. കൊലപാതക ദിവസം അഫാൻ നടത്തിയത് വലിയ ആസൂത്രണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് കൊലപാതക ദിവസം ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നാഗരകുഴിയിലെ കടയിൽ നിന്നും അഫാൻ മുളകുപൊടിയും വാങ്ങിയിരുന്നു. കൊലപാതകത്തിനിടെ വീട്ടിലേക്ക് എത്തുന്നവരെ ആക്രമിക്കാനായിരുന്നു നീക്കം. അഫാൻ മാതാവിനെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ടതിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഷെമിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് മുറിയുടെ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു. ഇന്നലത്തെ തെളിവെടുപ്പിൽ പോലീസ് താക്കോൽ കണ്ടെത്തി. അഫാനും കുടുംബത്തിനും 40 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന അഫാനെ തിരികെ കോടതിയിൽ ഹാജരാക്കി. മറ്റു 4 കൊലപാതക കേസിലും അഫാനെ ഉടൻ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പെൺസുഹൃത്തും സഹോദരനും ഒറ്റപ്പെടുമെന്ന ഭയത്താൽ അവരെ കൂടി അഫാൻ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇതുവരെ പ്രചരിച്ച കഥകൾ. എന്നാൽ അത് സ്നേഹമല്ല, പകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊടും പകയാണ്. ഷെഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം.